ഹലോ നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഓപ്പോൾ എന്ന ഈ ചെറിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതെൻ്റെ വീടാണ്. വീടിൻ്റെ 2ാം നില പണിതിരിക്കുന്നത് ഇൻ്റർലോക്ക് കട്ട ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. ഇൻ്റർലോക്ക് ബ്രിക്ക് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതെല്ലാവരോടും ആ വിശേഷങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോ കേട്ടോ. അപ്പോൾ താഴത്തെ നില പണിതിട്ട് ഒരു 19 വർഷം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പേ ഓപ്പൺ ടെറസിലേക്കുള്ള ഗോവണിയാണ് കേട്ടോ ഇത്. അപ്പോൾ വീടിൻ്റെ ഉള്ളിൽ നിന്ന് ഇപ്പോൾ കോണിയൊന്നും എടുത്തിട്ടില്ല, പഴയ കോണി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമുക്ക് വീടിൻ്റെ മുകൾ ഭാഗം കാണാം കേട്ടോ. അപ്പോൾ ഇതാണ് കയറി ചെല്ലുമ്പോഴുള്ള ഒരു മുറിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഇൻ്റർലോക്ക് കട്ട വെച്ചിട്ടാണ് ചെയ്തത്. ഇതെടുക്കാൻ ഒരു 1200 കട്ടോളായിട്ടുണ്ട് കേട്ടോ. 2 വലിയ ബെഡ്റൂമും ഇതാ ഈ കാണുന്ന ഈ ചെറിയ ഹാളാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ബാക്കിയുള്ള ഭാഗം ഓപ്പൺ ആയിട്ട് വിട്ടിരിക്കുകയാണ്, നമുക്ക് ബാൽക്കണി ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇതാ 2 ജനൽ, 2 അല്ല 1 ജനലാണ് കേട്ടോ ഈ റൂമിൽ വരേണ്ടത്. അപ്പോൾ അതൊക്കെ സിമെൻറ്റിൻ്റെ ജനൽ തന്നെയാണ് കേട്ടോ. കട്ടിലയും ജനലൊക്കെ സിമെൻറ്റ് തന്നെയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ കട്ട, ഇൻ്റർലോക്ക് ബ്രിക്ക് ഇതാണ്. അപ്പോൾ ഇതിന് 35 രൂപയായിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ പണിതിട്ട് 1.5 വർഷമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പണിയൊന്നും കംപ്ലീറ്റ് കഴിഞ്ഞിട്ടില്ല, അങ്ങനെ കയറ്റിയിട്ടിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ 1200 രൂപ, 1200 കട്ട ചിലവായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ആദ്യത്തെ റൂം കേട്ടോ. ഇതിൽ 2 ജനലുണ്ട്, പിന്നെ വരാന്തയിലേക്ക് കിടക്കാൻ ഒരു വാതിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാ ഈ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങാം. അപ്പോൾ അവിടെയാണ് കേട്ടോ ബാൽക്കണി. അപ്പോൾ അങ്ങനെ ഇറങ്ങിയിട്ട് വേണം കേട്ടോ ബാത്റൂമിലേക്കൊക്കെ പോവാൻ. 2 ബെഡ്റൂമിനും കൂടി കോമൺ ആയിട്ടൊരു ബാത്റൂമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല സൗകര്യം ഉണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ കുറച്ച് ഭാഗം ഇങ്ങനെ വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചാരുപടിയോ ഇല്ലാച്ചാൽ ഗ്രില്ലിട് എന്താച്ചാൽ ചെയ്യാം. ഗ്രില്ലിടുന്നതായിരിക്കും കൂടുതൽ സൗകര്യം എന്ന് തോന്നുന്നു. കാരണം രാത്രിയൊക്കെ നമുക്കൊന്ന് ബാത്റൂം പോകുമ്പോൾ പേടിക്കാതെ പോവാമല്ലോ. ഇല്ലാച്ചാൽ തുറന്ന് കിടക്കുമ്പോൾ ഒരു പേടിയാണ്. അപ്പോൾ 2 റൂമൊന്നും ഇങ്ങനെ ഇറങ്ങി വരാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇൻ്റർലോക്ക് കട്ട ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ ആ കട്ടകൾ തമ്മിലുള്ള ഗ്യാപ്പുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നന്നായിട്ട് പുട്ടിയിട്ട് അടച്ചിട്ട് ഇതേപോലെ വൈറ്റ് സിമെൻ്റൊക്കെ അടിച്ചിട്ട് വേണം നമുക്ക് പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് മറ്റേ റൂമിൻ്റെ വാതിലാണ് കേട്ടോ, പുറത്തേക്ക് ഇറങ്ങാനുള്ള വാതിലാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ താഴെ ഭാഗങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇത് ഓടാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. ഇരുമ്പിൻ്റെ കഴുക്കോലും പട്ടികയൊക്കെ ഇട്ടിട്ട് ഓടാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ താഴത്തെ റോഡും നമ്മുടെ മുറ്റവും ഒക്കെ കാണാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത റൂം കാണാം കേട്ടോ. അപ്പോൾ ഇത് വയറിംഗ് ഒന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. ചുമരിലുള്ള ഭാഗത്ത് വയറിംഗ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി സീലിംഗ് ഇട്ടിട്ട് വേണം ബാക്കിയുള്ള വയറിംഗ് ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ അടുത്ത മുറിയിലേക്ക് പോവാം. അപ്പോൾ നേരത്തെ കണ്ട പോലെയുള്ള അതേ വലുപ്പത്തിലുള്ള ഒരു റൂമാണ് കേട്ടോ. അപ്പോൾ കട്ടിലൊക്കെ സിമെൻറ്റിൻ്റെ കട്ടിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ജനലുകളും കട്ടിലകളൊക്കെ അതങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താ ചിലവ് ചുരുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മാത്രമല്ല കേട്ടോ, 19 വർഷമായാലോ നമ്മൾ താഴത്തെ വീട് വെച്ചിട്ട്. അപ്പോൾ ഈ സ്ഥലം വാങ്ങുന്ന സമയത്ത് ഇവിടെ ഭയങ്കര പാറയൊക്കെ ആയിരുന്നു, ഭയങ്കര സ്ട്രോങ് ആയ മണ്ണായിരുന്നു കേട്ടോ. അപ്പോൾ പാറയൊക്കെ നീക്കി മണ്ണൊക്കെ നിരത്തിയിട്ടാണ് നമ്മൾ വീട് വെച്ചത്. അപ്പോൾ അങ്ങനെ വീട് വെക്കുന്ന സമയത്ത് അതിൻ്റെ ബെൽറ്റ് ഇടേണ്ട ആവശ്യമില്ല എന്ന് അന്നത്തെ കോൺട്രാക്ടറൊക്കെ പറഞ്ഞ കാരണം കൊണ്ട് നമ്മളൊന്നും ബെൽറ്റ് ഇട്ടില്ല. അത് കാരണം കൊണ്ടാണ് കേട്ടോ മുകൾ നില വാർക്കാതിരുന്നത്. അപ്പോൾ ഒന്ന് വെയിറ്റ്, ഓടൊക്കെ ആകുമ്പോൾ ഇത്തിരി വെയിറ്റ് കുറയല്ലോ. പിന്നെ തണുപ്പുമാണ്. എനിക്ക് പിന്നെ ഓടൊക്കെ ഇഷ്ടമാണ് കേട്ടോ, അതും ഒരു കാരണം തന്നെയാണ്. അപ്പോൾ ഇതാ ഈ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇവിടെയാണ് ഇപ്പുറത്ത് ബാത്റൂമുണ്ട്. ബാത്റൂം വാർത്തിരിക്കുകയാണ് കേട്ടോ. 2 ബെഡ്റൂമിനും കൂടി ഒരു ബാത്റൂമാണ് കേട്ടോ. അപ്പോൾ ബാൽക്കണി നമുക്ക് ചാരുപടിയിൽ അല്ലെങ്കിൽ PVC പൈപ്പ് ഉപയോഗിച്ചിട്ട് ഗ്രില്ലിടുകയൊക്കെ ചെയ്യാം. അങ്ങനെ ചെയ്യണം, എന്നാലാണല്ലോ ഒരു സേഫ്റ്റി ആവുള്ളൂ. ഇത് പഴയ ഓട് വാങ്ങി ക്ലീൻ ചെയ്ത് പെയിൻറ്റ് അടിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ബാൽക്കണി, 2 റൂമും നമ്മൾ നേരത്തെ കയറി വന്ന ചെറിയ ഹാളും ഒക്കെ കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ സീലിംഗ് ചെയ്യണം. ആ ചെറിയ വരാന്ത ഞാൻ ഇരിക്കുന്ന ഭാഗം മാത്രം സീലിംഗ് ചെയ്യണില്ല.
അപ്പോൾ ഇവിടെ ഇപ്പോൾ തൽക്കാലം തുണികൾ തോരയിടാനും കുറച്ച് പൂച്ചക്കുട്ടികളൊക്കെ ഉണ്ട്, അവർ താമസിക്കാനൊക്കെ ആയിട്ടാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇനി പണി കഴിയുമ്പോൾ ഞാൻ അടുത്ത വീഡിയോ ചെയ്യാം. അപ്പോൾ ഇതാണ് പുറത്തേക്ക് ഇറങ്ങാനുള്ള വഴിയാണ് കേട്ടോ. അപ്പോൾ താഴെ നല്ല കാടും തൊടിയൊക്കെയാണ് കേട്ടോ. അവിടുന്ന് നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എപ്പോഴും. അപ്പോൾ ഈ മഴ പെയ്യുന്ന സമയത്ത് ഈ ഓട്ടുംപുറത്ത് വെള്ളം നമ്മുടെ ഈ കയറി വരുന്ന സ്ഥലത്തേക്ക് വീഴുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു വെള്ളം വീഴാതിരിക്കാനുള്ള സൗകര്യം ചെയ്യണം. അപ്പോൾ ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയാൽ എന്തെങ്കിലും തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ ഇനി നമുക്ക് താഴത്തേക്ക് ഇറങ്ങി പോവാം. അപ്പോൾ താഴത്തേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാണ് താഴത്തെ നില കേട്ടോ. അപ്പോൾ ഇവിടെ ഹാളും ഒരു എൽ മോഡലിലൊരു ഹാളും 2 ബെഡ്റൂം, പിന്നെ 2 ബാത്റൂം, കിച്ചൺ, വർക്ക് ഏരിയ, അത്രയും സൗകര്യങ്ങളാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ കുട്ടികൾ വലുതായപ്പോൾ അവരൊക്കെ കല്യാണം കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് സൗകര്യം പോരാൻ തോന്നിയുകൊണ്ടാണ് കേട്ടോ മോളിക്ക് എടുത്തത്. അപ്പോൾ എല്ലാ കണക്കും കാര്യങ്ങളും ലേബർ ചാർജും എല്ലാം അതിൽ എഴുതി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇത്ര നേരം കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ.